അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ ബീഫ് ഒലത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്തെടുത്തതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 സവാള എടുത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിനിപ്പോൾ 2 സവാള മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയുമാണ്. ഇതിൽ നമ്മൾ ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ബീഫ് ഒലത്താണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് മസാലകൾ മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ഇതിൽ മുളക് ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇത്ര മാത്രമാണ് നമ്മൾ ഈ കറിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ഇത് വേവിക്കുമ്പോൾ ഇട്ടിരുന്നു. പിന്നെ കളറിന് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ്, ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി സെറ്റായി. ഒന്ന് ബീഫ് വേവിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല നമ്മൾ കറിയാക്കിയിട്ടാണ് ചോറിനൊക്കെ കഴിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ആ ഒരു ചാറോടുകൂടി തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫുള്ള് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ചെറുതീയിൽ വെച്ച് കുറച്ച് അധികം നേരം വേവിച്ചെടുത്താലിത് നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഞാനിതുപോലെ തന്നെയാണിത് എടുക്കുന്നത്. അപ്പോൾ ഈ ബീഫ് ഉലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.